ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. നിറഞ്ഞ മനസ്സോടെ മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച സിനിമ. ചിത്രത്തിലെ ഒറ്റ രംഗമാണ് പലരുടെയും കണ്ണു നിറയിച്ചത്. സുഭാഷിനെ രക്ഷിക്കാൻ അഭിലാഷ് എത്തുന്ന ഒരു സീൻ. അവിടെയാണ് കൺമണി അൻപോടെ എന്ന പാട്ട് ഹിറ്റാകുന്നത്. എന്നാൽ ആ സിനിമയിലെ പാട്ടിനെതിരെ ഇളയരാജ 3 കോടി ആവശ്യപ്പെട്ട് രംഗത്തെത്തി. എന്നാൽ ഇപ്പോൾ അത് ഒത്തുതീർപ്പായ വാർത്തയാണ് വരുന്നത്. കൺമണി അൻപോടി എന്ന ഗാനം മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ ഉപയോഗിച്ചതിനെ തുടർന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കളും സംഗീത സംവിധായകൻ ഇളയരാജയും തമ്മിലുണ്ടായ തർക്കമാണ് ഇപ്പോൾ ഒത്തുതീർപ്പായി മാറിയിരിക്കുന്നത്. ചർച്ചകൾക്കൊടുവിൽ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ നഷ്ടപരിഹാരമായി 60 ലക്ഷം രൂപ ഇളയരാജയ്ക്ക് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിനിമ വൻ വിജയമായതിൽ തന്റെ പാട്ടിനും പങ്കുണ്ടെന്നും പാട്ട് ഉപയോഗിക്കാൻ സമ്മതം വാങ്ങിയില്ല എന്നുമായിരുന്നു ഇളയരാജ പറഞ്ഞിരുന്നത്. തുടർന്ന് 2 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മെയ് മാസമായിരുന്നു ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നത്. ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് കരസ്ഥമാക്കിയെന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെ വാദം എന്ന് പറയുന്നത്. എന്നാൽ ഇളയരാജ ഇത് ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സിൽ കൊടൈക്കനാലിലെ ഗുണ കേവാണ് കഥയ്ക്ക് പശ്ചാത്തലമായി വരുന്ന പ്രധാന ഭാഗം. 1991 സാന്ത്വന ഭാരതി സംവിധാനം ചെയ്ത കമൽ ഹാസൻ നായകനായ ഗുണ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ ഈണം നൽകിയ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനം ചിത്രത്തിന്റെ ഭാഗമാക്കുന്നതും ഇതേ കാരണത്താൽ തന്നെയാണ്. തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും ഡബ് ചെയ്ത ചിത്രം റിലീസ് ചെയ്തിരുന്നു. 2ാം വരവിൽ പാട്ട് സൗത്ത് ഇന്ത്യൻ ഒട്ടാകെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഇളയരാജ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചിരുന്നത്. മെയ് 5-ന് ചിത്രം OTTയിലും സ്ട്രീമിലും ആരംഭിച്ചിരുന്നു. തിയേറ്ററിൽ 73 ദിവസം പൂർത്തിയാക്കിയാണ് ചിത്രം OTTയിൽ എത്തിയത്. ആകെ 242 കോടിയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ. ഇതാദ്യമായിട്ടല്ല ഇളയരാജ ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയക്കുന്നത്. 1983 പുറത്തിറങ്ങിയ തങ്കൻ മകൻ എന്ന ചിത്രത്തിലെ വാവാ പക്കം വാ എന്ന ഗാനം ഉപയോഗിച്ചതിന് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനികാന്ത് ചിത്രം കൂലിയിലൂടെ നിർമ്മാതാക്കൾക്കെതിരെയും ഇളയരാജ ഈ വർഷം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. 2017 തന്റെ ഗാനങ്ങൾ അനുമതിയില്ലാതെ സ്റ്റേജിൽ അവതരിപ്പിച്ചതിന് മുതിർന്ന ഗായകൻ SP ബാലസുബ്രഹ്മണ്യനും വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ജയമൻ എന്ന ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്നു എന്ന നിലയിൽ ശ്രദ്ധ നേടിയ സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. യഥാർത്ഥ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ചിത്രം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ പ്രേക്ഷകരുടെ മനവും കണ്ണും ഒരേപോലെ നിറഞ്ഞിരുന്നു. 2024 ഫെബ്രുവരിയിൽ ആയിരുന്നു മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്തിരുന്നത്. ആദ്യ ഷോ മുതൽ മികച്ച പ്രതികരണവും മൗത്ത് പബ്ലിസിറ്റിയും നേടിയ ചിത്രം ഇതര ഭാഷകളിലും ഡബ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു. വൻ വരവേൽപ്പായിരുന്നു മഞ്ഞുമൽ ബോയ്സിന് പല സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നത്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും. തിയേറ്റർ റൺ അവസാനിപ്പിച്ച് OTTയിലെത്തിയ മഞ്ഞുമൽ ബോയ്സിനെ ടെലിവിഷൻ പ്രീമിയർ പ്രഖ്യാപിച്ചിരുന്നു.